ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുപാടുമൊക്കെ പലരുടെയും വീടിൻ്റെ ചുറ്റുപാട് കാണുന്ന ഒരു പ്ലാന്റ് ആയിരിക്കും. പക്ഷേ ആ ഒരു പ്ലാന്റിൽ നിന്ന് ആരും വിചാരിക്കില്ല നമുക്ക് ഇത്ര ഒരു എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. പണ്ടൊക്കെ ആമസോണിലൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ സൈഡിൽ നിൽക്കുന്ന പുല്ലിന് ഇത്ര രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റുമെന്നൊക്കെ യൂട്യൂബിൽ വീഡിയോയിൽ പലരും ഇട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതൊക്കെ ഞാനും വീഡിയോ കണ്ടിട്ടുണ്ട്. ഞാനും ആ വീഡിയോസ് കണ്ടിട്ട് ഞാൻ ചിരിക്കാറുണ്ട്. ഇതൊക്കെ ആരെങ്കിലും വാങ്ങുമോ? ഇങ്ങനെയൊക്കെ നോക്കിയിരുന്ന് ഞാനും പല സമയത്ത് ചിരിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയടുത്തൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കളി അടിച്ചൊക്കെ ഇരിക്കാറുണ്ട്, പറയാറുണ്ട്. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയത്. എൻ്റെ ഒരു പ്ലാന്റ് എൻ്റെ കയ്യിൽ നിന്ന് സെയിലായി പോകാറുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ വീണ്ടും അതിൻ്റെ സൈഡിലൊക്കെ ഉള്ളൊരു പ്ലാന്റാണ്. ആ പ്ലാന്റ് നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി പോകാം. ഓക്കെ, അപ്പം മതിലിൻ്റെ സൈഡിലേക്ക് ഇരിക്കുന്ന ആ ഒരു പ്ലാന്റിന് എനിക്ക് ഒരു വർഷം, നമുക്ക് കള്ളം പറഞ്ഞില്ല, സത്യമാണ്, ഞാൻ കൂട്ടി നോക്കിയിട്ട് പറഞ്ഞു, ഒരു വർഷം കൊണ്ട് എനിക്ക് ആ ഒരു പ്ലാന്റിൽ നിന്ന് കിട്ടിയത് 50,000 രൂപയാണ് കിട്ടിയത്. ഓക്കെ, ആ പ്ലാന്റ് ആണെന്നാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്ലാന്റിൻ്റെ പേരാണ് നമ്മുടെ ഹാർട്ട് ഫേൺ. ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു പ്ലാന്റ് തന്നെ, നമ്മുടെയൊക്കെ വീടിന് ചുറ്റുപാടും കാണും. ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൻറ്റിമാരുടെ ചോദിച്ചാൽ പോലും അറിയാം. ഞാൻ കാരണം അവിടെ ആൻറ്റിമാരുടെ വീട്ടിൽ പോയിട്ട് അവർ എൻ്റെ കയ്യിൽ സാധനം തീരും, ആൻറ്റിമാരുടെ വീടിൻ്റെ സൈഡ് മതിലൊക്കെ ഈ പ്ലാന്റ് ഇരിക്കുമ്പോൾ ഞാൻ അവിടെ പോയി ആൻറ്റി എനിക്ക് ഈ പ്ലാന്റ് വേണമെന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് അവർ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് ഈ പ്ലാന്റ്. ഓക്കെ, അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പേര് വന്നിട്ട് ഹാർട്ട് ഫേൺ ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പലതരത്തിലുള്ള മെഡിസിനൽ വാല്യൂ ഉണ്ട്. നമ്മുടെ കേരളത്തിലുള്ളവർ കൂടുതൽ മേടിക്കാറില്ല. കേരളത്തിൽ ഐ തിങ്ക് കോട്ടയം കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന പാലക്കാട് ആ റീജിയനിലൊക്കെ ആൾക്കാർ മേടിച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രത്തൊന്നും എൻ്റെ കയ്യിൽ നിന്ന് ഇത് ആരും മേടിച്ചിട്ടില്ല. പിന്നെ കൂടുതൽ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ള എൻ്റെ രാജസ്ഥാനിലുള്ള ആൾക്കാർ മേടിച്ചിട്ടുണ്ട് ഈ പ്ലാന്റ് ഹാർട്ട് ഫേൺ. രാജസ്ഥാൻ പിന്നെ അങ്ങനെയുള്ള ഏരിയസിലുള്ള ആൾക്കാർ ഒത്തിരി മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഐ തിങ്ക് മറ്റേ കർണാടക, ഹൈദരാബാദ്, തെലങ്കാന, മഹാരാഷ്ട്രയിലുള്ളവർ ഇതൊരു 3-4 പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ ഞാൻ അങ്ങനെ ഒരു ദിവസം ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് എത്ര ഓർഡർ കിട്ടിയെന്ന് നോക്കിയത്. അപ്പോൾ കിട്ടിയ ഓർഡറുമായിട്ട് ഞാനിത് ഒരു പ്ലാൻ നമ്മൾ 1-2 പ്ലാന്റ് ഒരുമിച്ച് വെച്ചിട്ട് അവൈലബിലിറ്റി അനുസരിച്ച് 1-2 പ്ലാന്റ് ഒരുമിച്ച് വെച്ചിട്ട് ഞാൻ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇടയ്ക്ക് എൻ്റെ കയ്യിൽ ഈ സാധനം നമ്മൾ വിചാരിക്കും നിറച്ച് കൊടുക്കാം, വില കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ നല്ല റേറ്റ് ചില സമയത്ത് കുറച്ച് കൊടുത്തുള്ള സമയത്തും എൻ്റെ കയ്യിൽ കാരണം എനിക്കിവിടെ പിന്നെ കിട്ടുന്നില്ല ഈ പ്ലാന്റ്. ഈ അവൈലബിലിറ്റി ഇല്ലാത്തൊരവസ്ഥയായി. പലരും പറയും റബ്ബർ ഓളയിലൊക്കെ നിറച്ച് കിടക്കും. പക്ഷേ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ആ ടൈമിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം റബ്ബർ ഓളയിൽ നിന്ന് അപ്പോഴേ പിടിച്ചെടുത്തുകൊണ്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. ആ പ്ലാന്റിനൊക്കെ നമ്മൾ ക്ലൈമറ്റ് അക്ലിമൈസേഷനൊക്കെ ചെയ്ത് കറക്റ്റ് നല്ല രീതിയിൽ പ്ലാന്റിലും സെറ്റാക്കി എടുത്ത് ഏകദേശം ആ പ്ലാന്റ് ഇതുപോലെ നല്ലൊരു ഗ്രോത്ത് ആയിട്ട് വന്നാൽ മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെയും ആൾക്കാർ ചിന്തിക്കും ഇവ 2 ചെടി എടുത്ത് വെച്ചിട്ട് വെറുതെ പറയണമായിരിക്കും, വിൽക്കണമായിരിക്കും. എന്താ ഇവിടെ കുറേ കവറിൽ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. എന്താ ഹാർട്ട് ഫാനിൻ്റെ കൂടാരമാണ് ഇവിടെ കുറേ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ വച്ചിരിക്കുന്ന ആരെയും പറ്റിക്കാൻ വേണ്ടിയോ നിങ്ങൾക്കിപ്പോൾ വീഡിയോയ്ക്ക് പിന്നെ പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടിയൊന്നും അല്ല, വിറ്റ് പോകുന്നതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ എനിക്ക് ആ കവറുകളിൽ എനിക്ക് വേറെ എന്തെങ്കിലും പ്ലാന്റ് വെച്ച് വിറ്റാൽ പോരെ. അപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടും തന്നെ നമുക്ക് ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് ഗാന്ധിജി പണ്ട് പറഞ്ഞിട്ടുള്ളത് പോലെയാണ് നമ്മളതിൽ കാണുന്നതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിനു വേണ്ടിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ പ്ലാന്റ്. ഈ പ്ലാന്റിന് നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് സെയിൽ, ഇപ്പോൾ നിങ്ങൾക്കിത് ഈ പ്ലാന്റ് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ കയ്യിൽ കോൺടാക്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ ലീഫിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഹാർട്ട് ഫേൺ എന്ന് പറയാൻ കാരണം ഇത് നമുക്ക് ഇതിൻ്റെ പ്ലാന്റിൻ്റെ ഫസ്റ്റ് ഇത് ഗ്രോത്ത് സ്റ്റാർട്ടിങ് ആവുന്ന ടൈമിൽ ഇപ്പം നമുക്കത്ര ഹാർട്ടിൻ്റെ ഫീൽ ചിലപ്പോൾ ചെയ്യുന്നില്ലായിരിക്കും. ഞാനിതിൻ്റെ വേറെ ലീഫുള്ള പ്ലാന്റ് എടുത്ത് കാണിച്ചു തരാം. ഇതാണ് ആ പ്ലാന്റ്. ഓക്കെ, അപ്പോൾ ഒരു കുഞ്ഞെന്നല്ല, ഇത് വേറെ പൊടിച്ചു വരികയാണ്. ഓക്കെ, അതപ്പോൾ കുഞ്ഞിതാണിത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിനെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ ഹാർട്ട് ഷേപ്പായിട്ട് വരുന്നുണ്ട്. കാരണം ഇതിന് അത്യാവശ്യം വെള്ളത്തിന് ഈർപ്പം വേണം കേട്ടോ, എങ്കിലാണ് നല്ല രീതിയിൽ പൊടിച്ചു വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്ലാന്റിന് അത്യാവശ്യം ഹാർട്ടിൻ്റെ ഷേപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഹാർട്ട് ഫേൺ എന്ന് അറിയപ്പെടാൻ കാരണം. ഓക്കെ, പിന്നെ ഇത് നമുക്ക് പലതരത്തിലുള്ള നമുക്ക് വയറിനുണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങൾക്കൊക്കെ നമുക്ക് ചികിത്സയ്ക്ക് വേണ്ടി ഈ പ്ലാന്റ് പലരും എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ മെഡിസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ അവർ എൻ്റെ കയ്യിൽ നിന്ന് ബൾക്കായിട്ടൊക്കെ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ തമിഴ്നാട്ടിലുള്ള എൻ്റെ ഫ്രണ്ടായിട്ടുള്ള നമ്മുടെ ഷൺമുഖൻ എന്ന് പറഞ്ഞ ആൾ, അവർക്ക് വലിയ നഴ്സറി ഉള്ളത് ഏകദേശം ഒരു 3-4 ഏക്കേഴ്സ് ഉണ്ട്, ഒരു വലിയ ഗാർഡൻ. അവർ എൻ്റെ കയ്യിൽ നിന്ന് ഈ സാധനം ഏകദേശം ഒരു 10-20 ഒരുമിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ എനിക്ക് ഒത്തിരി ഓർഡർ വന്നിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ്. അപ്പോൾ പലരും പറയും നമ്മുടെ വീടിന് ചുറ്റുമുള്ള പ്ലാന്റുകളൊന്നും പോകില്ല. പക്ഷേ നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാമോ, വീടിൻ്റെ തൊട്ട് സൈഡിലുള്ള ചൊറിയണം വരെ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരുണ്ട് എൻ്റെ നിന്ന് മേടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എൻ്റെ അമ്മ എന്നെ പറഞ്ഞ് കളിയാക്കും, എടാ നിനക്ക് നിൻ്റെ നിന്ന് വാങ്ങാൻ ആൾക്കാർക്ക് പ്രാന്താണോ? അങ്ങനെയല്ല, നമുക്ക് ഓരോ പ്ലാന്റിനും അതിൻ്റേതായിട്ടുള്ള മൂല്യമുണ്ട്. അതിന് നമ്മൾ വില കൽപ്പിക്കുന്നവർക്ക് എവിടെ കൂടെ ആയാലും സാധനങ്ങൾ പൊക്കിട്ട് അങ്ങനത്തെ ഒരു മിത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ അമ്മ ചില സമയത്തൊക്കെ പറയാറുണ്ട്, എടാ നീ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ വിറ്റ് പോവോ? കളിയാക്കുന്നതല്ല, ഇൻ കേസ് അമ്മ പണ്ടെടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു മഞ്ഞ ആമ്പൽ പണ്ട് മേടിച്ചിട്ട് അതിൽ 400 രൂപയ്ക്ക് സത്യം നമ്മൾ സെയിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയം 400 രൂപയ്ക്ക് വിൽക്കുമോ അമ്മ, ഞാൻ വിൽക്കുമോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ അമ്മയൊക്കെ കളിയാക്കി പറഞ്ഞു, നിൻ്റെ കയ്യിൽ നിന്ന് ആര് മേടിക്കോടാ ഈ 400 രൂപയ്ക്കെന്ന് ചോദിച്ചു.
അങ്ങനെ അമ്മ അത് ചോദിച്ച ആ ഒരു ഇതിൽ ഞാൻ സ്പിരിറ്റിലെടുത്ത് ഞാൻ അമ്മ അടുത്ത് പറഞ്ഞു, അമ്മ എൻ്റെ കയ്യിൽ നിന്ന് ഉറപ്പായിട്ട് ആളുകൾ മേടിക്കും, നമ്മൾ ചെയ്യുന്ന കാര്യം റിയലാണ്, വെർത്താണ്, നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങുന്ന സാധനം വലുതാണ്, അല്ലെങ്കിൽ നിങ്ങൾ അവർ ആൾക്കാരുടെ കയ്യിൽ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് പിടിക്കുന്നെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനവിടെ അവർ മണിയല്ല നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റിനാണ് ആൾക്കാർ വാല്യൂ തരുന്നതെന്ന് ഞാൻ അമ്മയടുത്ത് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇരുന്നപ്പോൾ തന്നെ എനിക്ക് ആ 400 രൂപയ്ക്ക് ഞാൻ വിൽക്കുമെന്ന് പറഞ്ഞ കാര്യം എനിക്ക് ഏകദേശം ഇന്നൊരു 400 രൂപയ്ക്ക് വിറ്റതൊരു ആ പ്ലാന്റ് എൻ്റെ കയ്യിൽ നിന്നൊരു 150 മുകളിൽ ആ പ്ലാന്റ് ഞാൻ ആ റേറ്റിന് വിറ്റു. പക്ഷേ ഇപ്പോൾ ഞാൻ ആ പ്ലാന്റ് ആ റേറ്റല്ല, ഒരു 250 ആ റേറ്റിനാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത്. 400 കൊടുത്തുകൊണ്ടിരുന്ന പ്ലാന്റാണ്. ഞാൻ പറയാൻ കാരണം ഈ ഒരു പ്ലാന്റ് നമുക്കൊരു എക്സാമ്പിൾ ഞാനിപ്പോൾ 50,000 നമുക്ക് ഒരു വർഷം സെയിൽ ചെയ്യാൻ പറ്റി. അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ ഏത് പ്ലാന്റിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നു, നമ്മളതിൻ്റെ വീഡിയോസ് ചെയ്യുന്നു, അതനുസരിച്ച് നമുക്ക് പോകും. അപ്പോൾ ഈ പ്ലാന്റിന് പലതരത്തിലുള്ള മെഡിസിനൽ വാല്യൂ ഉള്ളതുകൊണ്ടാണ് ഇത്രയും പോകുന്നത്. നമ്മൾ കേരളത്തിലുള്ള നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഈ പ്ലാന്റ് ആയതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇതിൻ്റെ വാല്യൂ മനസ്സിലാക്കാതെ നമ്മൾ വെട്ടിക്കളയാറുള്ള പ്ലാന്റാണ് ഈ പ്ലാന്റ്. അപ്പോൾ ഞാനിതിൻ്റെ വാല്യൂ മനസ്സിലാക്കി കഴിഞ്ഞു. എനിക്ക് ഇതുകൊണ്ടും പല കാര്യങ്ങളും നേടാൻ പറ്റി. ഇപ്പോൾ എക്സാമ്പിൾ വീഡിയോ എടുക്കുന്ന ക്യാമറ പോലും ഒരു 35,000-36,000 രൂപയേ ഉള്ളൂ. പക്ഷേ ഒരു വർഷം കൊണ്ട് ഈ ക്യാമറയെക്കാളും പൈസ ഈ കാണുന്ന പ്ലാന്റിൽ നിന്ന് ഒപ്പിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് നേട്ടങ്ങളുണ്ട് നമുക്ക് ഓരോ പ്ലാന്റിൽ. ഈ പ്ലാന്റ് ആകുമ്പോൾ ചില സമയത്തൊക്കെ നശിച്ചു പോകാറുണ്ട്, വെള്ളം വീതാൻ എനിക്ക് സമയം കിട്ടാറില്ല, ഇത്രയും പ്ലാന്റ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ്സൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് ഇങ്ങനെ കുറച്ച് നേട്ടങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ പ്ലാന്റ്സൊക്കെ വളർത്തി കഴിഞ്ഞാൽ നല്ല ഏണിങ്സ് കിട്ടും. പക്ഷേ ഇതുപോലെ സെയിലായി പോകണം. അല്ലാതെ നിങ്ങൾ ഒരു ദിവസം എടുത്ത് ഇവിടെ മതിൽ നിൽക്കണം, എല്ലാ പ്ലാന്റിനെയൊക്കെ എടുത്ത് കവറിലാക്കി വെച്ചിട്ട് എടാ അരുണേ നീ പറഞ്ഞു ഞാൻ ഇതുപോലെയൊക്കെ ചെയ്യേണ്ടി എൻ്റെ നിന്ന് ഒന്നും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. നിങ്ങൾക്കിപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സെയിലായിട്ട് ചെയ്യാനുള്ള ഒരു ഇപ്പോൾ സോഷ്യൽ മീഡിയയോ എന്തെങ്കിലും വേണ്ടി നമ്മൾ കേരളമല്ല ഇന്ത്യ, ഇപ്പോൾ എക്സാമ്പിൾ ഇന്ത്യക്ക് പുറത്ത് എനിക്ക് സെയിലായി പോകാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കൊച്ചു ചുറ്റുപാടുകൾക്കുള്ളിൽ വിറ്റ് പോകണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നടക്കാറില്ല. ഇപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് എന്തെങ്കിലും വഴിയൊക്കെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകും. ഓക്കെ ഫ്രണ്ട്.